അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 23-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. സുലൈഖ യൂസുഫ് നബിയെ കിട്ടി അടിമയായി വാങ്ങിയതിലുള്ള സന്തോഷത്തിൽ അവൾ ആരാധിച്ചിരുന്ന ദേവന്മാരുടെ മുമ്പിൽ കുമ്പിട്ടപ്പോൾ ദൈവങ്ങളൊക്കെ മറിഞ്ഞു വീഴുകയാണ്. അപ്പോൾ ദൈവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ പോലെ മണ്ണിൻ്റെയും കല്ലുകൊണ്ടും ഉണ്ടാക്കിയതല്ല, നല്ല സ്വർണ്ണത്തിനാൽ ഉണ്ടാക്കിയ ഇതളാം മറിഞ്ഞു പൊട്ടി തവിട് പൊടിയായി. ആ സമയത്ത് സുലൈഖ ആകെ പേടിച്ചു. കാരണം എന്താ, രാജാവ് വരുമ്പോൾ ആകെ പ്രശ്നമാവൂലേ, ഈ സ്വർണത്തിൻ്റെ പ്രതിമകളാണ് പൊട്ടിക്കണത്. ഉടനെ തന്നെ യൂസുഫ് നബിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇത് നേരാക്കി തരണം, അല്ലെങ്കിൽ ആകെ പണിയ പ്രശ്നമാണ് പറഞ്ഞു. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി, ശരിയാണ്, ഇത് നേരാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അസീസ് രാജാവ് വരുമ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഉടനെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം തങ്കത്താരുളന്നാളുയർത്തി കയ്യേ താനായവനോട് ദുആകൾ മൊയ്യേ മങ്ക അവൾക്കുള്ള മാഴ്ബുതന്നേ മാറിന്ത് മൂനം പോലെ നീലക്കൈ പിന്നെ. ഉടനെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, പടച്ചോനെ ഓളെ ബിംബങ്ങളെ ശരിയാക്കി കൊടുക്കണേ. ഉടനെ തന്നെ സാധാരണ പതിവ് പോലെ എങ്ങനെയായിരുന്നോ മുമ്പുണ്ടായിരുന്നു അതുപോലത്തെ അവസ്ഥയിൽ നല്ല സുന്ദരമായ വിഗ്രഹങ്ങളായി ഇങ്ങനെ നിൽക്കുകയാണ് റൂമിൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ സുലൈഖ മനസ്സിലാക്കി, ബിങ്കി സുലൈഖ പൊള്ളുതിൽ നിന്നേ പെരിയോൻ അളവറ്റ് സ്നേഹിക്കുന്നേ ഉങ്കൾ ദിയാനിക്കും പുരാനെ തന്നെ ഉള്ളാൽ ദിയാനിപ്പാൻ എനിരു തോന്നുന്നേ. ആ സമയം സുലൈഖക്ക് മനസ്സിലായി, ഇതാൾ ചില്ലറക്കാരനല്ല, ദൈവത്തിനോട് അള്ളാഹുവിനോട് അടുപ്പമുള്ള ആളാണെന്ന് സുലൈഖക്ക് മനസ്സിലായി. ഏതായാലും അങ്ങനെ എന്ന് മോളിന്തപ്പോൾ നബി ചിരിത്തേ ഇരസറ് മുഖം കൊള്ള അവള് നിലർത്തേ. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം ഒന്ന് ചിരിച്ചുപോയി, മേലത്തെ ഒരു സംഭവം പറഞ്ഞതുകൊണ്ട് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഏതായാലും ആ കാരണത്താൽ യൂസുഫ് നബിയുടെ മുഖത്തേക്ക് യൂസുഫ് നബി ചിരിച്ചപ്പോൾ അവൾ ആ മുഖത്ത് നോക്കി ആനന്ദം കൊള്ളുകയാണ്. അങ്ങനെ ഉന്നീ കനിയെ ഞാൻ അബ്സനത്തെ ഉങ്ങളിക്കിനാവാലേ ഹബസിൽ പാർത്തേ. എന്തിനാണ് നിങ്ങൾ എന്നെ വിഷമിക്കുന്നത്? എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരൂ. നിങ്ങളുടെ കാരണത്താൽ സ്വപ്നത്തിൽ നിങ്ങൾ വന്ന് ഒരുപാട് എന്നെ വിഷമിപ്പിച്ച കാരണത്താൽ ഞാൻ എൻ്റെ വാപ്പ എന്നെ ജയിലിലടക്കം ചെയ്യപ്പെട്ടു. വാപ്പ എന്നെ ചങ്ങലക്കെട്ട് ജയിലടച്ചു പിരാന്തായിട്ടേ. സ്നേഹം മൂത്തിട്ട് യൂസുഫ് നബിയോടുള്ള പ്രേമം മൂത്തത് കാരണം ഭ്രാന്ത് പണി കാട്ടിയപ്പോൾ സുലൈഖാനെ പിടിച്ചിട്ട് വാപ്പ ചങ്ങലക്കെട്ട് ജയിലിൻ്റെ ഉള്ളിലിട്ടു. എവിടെ? മൊറോക്കയിൽ, നാടായിരിക്കുന്ന ആഫ്രിക്കയിലെ മൊറോക്കോ പട്ടണത്തിൽ. അങ്ങനെ വനിതാമിളി നീരും ഒഴുക്കി നിണ്ടേ വലിയ ദുരിതത്തിൽ ആളുത് കൊണ്ട് ചിനുങ്ങി നബിയാരിൽ അവൾ ചോടുന്നേ ചെന്താമര പുഷ്പ മധുവയിന്നേ. അങ്ങനെ ആ പെൺകുട്ടി സുലൈഖ യഥാ കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ട് യൂസുഫിനോട് പറഞ്ഞു, യൂസുഫേ, ചിനുങ്ങി നബിയാരിൽ അവള് ചോടുന്നേ ചെന്താമര പുഷ്പ മധുവയിന്നേ. ഇത്രയും കാലം എന്നെ സ്വീപ്പാക്കിയ, എൻ്റെ മനസ്സിൽ എൻ്റെ അടുക്കൽ വന്ന് ഉറക്കത്തിൽ എന്നെ സ്വീപ്പാക്കിയ നിങ്ങളുടെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇണയായി സുഖിപ്പാനു കളോട് തന്നെ ഇഷ്ഖ കടൽ മോസ മറിഞ്ഞിടുന്നേ. നിങ്ങളോടൊത്ത് സുഖിക്കാൻ, നിങ്ങളോടൊത്തെൻ്റെ ആ സുഖം പങ്കിടാൻ ഞാൻ കൊതിക്കുന്നു യൂസുഫേ
എന്ന് സുലേഖ പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സുലേഖയോട് പറയുകയാണ്, മണിയാറ് സുലേഖയോടുരൈക്കൈ പെണ്ണേ പരനാ ഭയന്താശ അടക്ക് ഒന്നേ അടക്കൂൽ അടങ്ങാത്ത മതം കോവിത്ത് ആറ്റൽ നബിയാരോടവൾ ദുഃഖിത്ത്. സുലേഖയോട് പറഞ്ഞു, പെണ്ണേ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിന്റെ ആശയൊന്ന് ക്ഷമിക്കു പെണ്ണേ. ആ സമയത്ത് ഒടുവ് പറയുന്നൻ മഴശൂക്കരേ ഒന്ന് നർത്തും ശരിക്കും നേരേ. സുലേഖ പറയാണ്, യൂസുഫിനോട് എൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു തരൂ, എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കൂ അവിടുന്ന്, അതെങ്കിലും ഞാനെന്ന് സുലേഖ കണ്ട് ആനന്ദിക്കട്ടെ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും സുലേഖ പറയുകയാണ്, തണ്ണിപ്പിക്കുന്നും മുരത്ത് പിന്നും അരവി വിങ്ങി കരഞ്ഞ് മനത്തിൽ ദുഃഖം നിറഞ്ഞ് ഷഹ്വത്തെന്ന അലയിൽപ്പെട്ട് കരകിട്ടാതെ ബലഞ്ഞ്. യൂസുഫിനോട് പറഞ്ഞു, യൂസുഫേ എൻ്റെ ഷഹവത്തിനെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയുന്നില്ല, എൻ്റെ വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല യൂസുഫേ. അതുകൊണ്ട് ഞാനാകെ ആ ഷഹവത്തെന്ന അലയിൽപ്പെട്ട് ആ തിരമാലയിൽപ്പെട്ട് ഞാൻ ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ് യൂസുഫേ. എന്നിട്ട് വീണ്ടും സുലേഖ പറയുകയാണ്, മിനഞ്ഞും മുള്ളും പൊരിഞ്ഞു ദുഃഖ കവിഞ്ഞ് പൊന്നാൾ അലിഞ്ഞ് ഊണുറക്കം കുറഞ്ഞ് നിറവും കോലം മറിഞ്ഞ് തങ്ക തടിയും വന്ന് മെലിഞ്ഞ്. ആദ്യം തന്നെ യൂസുഫിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ തന്നെ പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. സുലേഖ ആകെ താളം തെറ്റി. ആ സമയത്ത് അമത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മണിമലരേ ഉടലിലുള്ള സുഖക്കെടന്തം നമത്ത് ചോദിച്ചപ്പോൾ മുഷിത്ത് വദനം മിങ്ങി പതനം മങ്ങി സുമുഖി ബിങ്ങി കരഞ്ഞ് കണ്ണീരൊലിത്ത്. ഈ സമയം സുലേഖ ശോഷിച്ചു പോവുകയാണ്. എല്ലും തോലൊക്കെ പോലെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അറ്റ ഉണങ്ങാൻ തുടങ്ങി, അതായത് തടിയൊക്കെ പോവുകയാണ്. അപ്പോൾ അമത്ത് വെള്ളാട്ടി വിളിച്ചു ചോദിച്ചു, എന്താണ് സുലേഖ നിനക്ക് പറ്റിയത്? ആ സമയം സുലേഖ പറയാണ്, ചെന്നുങ്കി ചെല്ലും നുമ്മയൻ്റെ ഇബ്രാനിയാം അടിമേ സ്ഥായി കൊണ്ടിങ്ങിരമേ തിളങ്ങും വട്ടമുഖത്തെ കണ്ടാൽ അടങ്ങുന്നില്ല മനമേ. സുലേഖ പറയാണ് വെള്ളാട്ടിയോട്, ദാസിയോട്, ആ ഇബ്രാനിയായ അടിമനെ കാണുമ്പോൾ എൻ്റെ കൽബ് പൊട്ടിപ്പോകുകയാണ് പെണ്ണേ. അമത്തെ വെള്ളാട്ടിയോട് പറയാണ്, എൻ്റെ കൽബിനെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയുന്നില്ല എന്ന് സുലേഖ പറയുകയാണ്. മാത്രമല്ല, മതമില്ലിപ്പോൾ ഒരത്ത് മങ്ക നബിയോടുള്ള ഉകപ്പ് മികത്ത് പട്ടിൻ്റൊടുപ്പ് പലത് കൊണ്ടും ചമയം ചെയ്ത് പറഞ്ഞിതെന്ത് പടപ്പ്. പട്ടിൻ്റെ ഉടുപ്പ്. അങ്ങനെ ഞാൻ ഇബ്രാനിയായ അടിമയെ മോഹിപ്പിച്ചെടുക്കാൻ വേണ്ടി പല വസ്ത്രങ്ങളും ധരിച്ച്, പട്ടിൻ്റെ വസ്ത്രം അതും ഇതൊക്കെ ധരിച്ച് എല്ലാ നിലക്കും ഞാൻ ഇബ്രാനിയായ അടിമനെ വശീകരിച്ചു. പക്ഷെ നടക്കണില്ല, ഞാൻ എന്താ ചെയ്യാന്ന് ചെയ്തു. അങ്ങനെ മതി മറന്ന് തരുണി തങ്ക തരുൾ കൂട്ടിൻ നടും മൊയ്സ മോസ മറിന്ത് പദവിയേറ്റം മികത്തെയൊരു അതിർപ്പറൂമിൽ കടന്ന് അതിശയത്തിൽ ചമയ്ത്ത് കട്ടിൽ അടുത്ത് മെത്ത വിരിച്ച് മദന ചിന്ത തെളിഞ്ഞ് അങ്ങനെ ഒരു റൂമിൽ സുലൈഖ കടന്നുകൂടിയെന്ന് മാത്രമല്ല, അവളുടെ പോയി പിരിന്തി മുഖവും കണ്ണും മറച്ച് റൂമിൽ കടന്നിട്ട് വേഗം സുലൈഖ ചെയ്ത പണി എന്താണ്? അവിടുത്തെ പ്രതിമകളുണ്ടായിരുന്നു പറയല്ലോ, നേരത്തെ യൂസുഫ് നബി നേരാക്കി കൊടുത്തില്ലേ, ആ പ്രതിമകളുടെ മുഖത്ത് ഒരു വിരിയണ്ട് ഇട്ടു, പ്രതിമകളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രതിമകളുടെ മുന്നിൽ വിരിയിട്ടിട്ട് പിന്നെ യൂസുഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക.
അങ്ങനെ മറച്ച പൊതിൽ നബിയാരെന്നേ വനിതയാളിൽ ബിരുത്തിടുന്നേ പാറായിതെന്തോരതുർപ്പമാണ് വധുബിണ്ടിത് ഭഗവാനാണ്. അപ്പോൾ പ്രതിമകളെ മുമ്പ് മൊത്തം മറച്ചപ്പോൾ തുണി കൊണ്ടുപോയി മറച്ചു തുണിയായിട്ട് സുലൈഖ. അപ്പോൾ യൂസുഫ് നബി ചോദിച്ചു, ഇതെന്താ കഥ എന്ന് ചോദിച്ചു. ഇതിൻ്റെ ഭഗവാനാണ്, ഭഗവാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് മരുതകപ്പം തരുളിക്കൊണ്ടേ മതം തന്നിപ്പാൻ തുനിഞ്ഞാലെൻ്റെ തരത്തെ ദൈവം എളർത്തിടുമേ സബബാലെ കൺമറച്ചതാമേ. അഥവാ നിങ്ങളുമായി ഞാൻ സല്ലപിക്കുകയാണെങ്കിൽ അത് എൻ്റെ ദൈവം കാണാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കണ്ണ് മറച്ചതാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതുകളൊന്നും മറക്കാൻ വയ്യ, ഇതിൽ പരം വെണ്ടുന്നതിൽ മൊയ്യാം. അപ്പോൾ സുലൈഖാനോട് എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് മറച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് മറക്കാൻ കഴിയില്ലല്ലോ സുലൈഖ. കരീമായോനേ മറന്ന് ഞാനേ കപടം ഏത് വിധം ചെയ്യുവാനേ സരസി വിണ്ടൻ കരുളയൊന്ന് ശരീരിൽ നമ്മൾ കിരിക്കാം ചെന്ന് ആരുവായാളിൽ മതകർ കൂവി അതിൽ ഇരിക്കൽ അബദ്ധം ബീവി. അടിമയാണല്ലോ സുലൈഖാൻ്റെ, എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസുഫിനെ കൊണ്ടാകാൻ ഇതില്ല. അതുപോലെ സുലൈഖ യൂസുഫിനോട് പറഞ്ഞു, യൂസുഫേ നമുക്കത് ആ ശരീരത്തിൽ ആ കട്ടിൽ ചെന്നിട്ടൊന്ന് പോയി കുത്തിരിക്കുക, കുറച്ചു നേരം ഒന്നെൻ്റെ അടുക്കൽ ഇരിക്കും യൂസുഫേ. ആ സമയം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ് എന്തെന്ന്. അരശീയം മോളി കേട്ട പൂളൂതി തിമ്മിളി കണ്ടാൽ അനുരാഗം ഏനില്ലൊട്ടും അടങ്ങുന്നില്ല തരുളെ അതിനമ്പൂരത്തൻ്റെ അരീബമുല്ല. ഉടനെ തന്നെ മഹദിയായിരിക്കുന്ന സുലൈഖ പറയുകയാണ് യൂസുഫ് നബിയോട്, യൂസുഫേ അവിടുത്തെ പൊന്നാരെ തിളങ്ങുന്ന ആ പവറുള്ള കണ്ണുണ്ടല്ലോ, ആ കണ്ണ് കാണുമ്പോൾ എൻ്റെ കൽബ് കുൽബാകുകയാണ് യൂസുഫേ. ഈ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയോടൊരു വാക്കാണ്, അത് വല്ലാത്തൊരു വാക്കാണ്. മുത്തേടം പറയുമ്പോൾ അത് വല്ലാത്തൊരു വാക്കാണ് പറഞ്ഞത്. എന്താ യൂസുഫ് നബി പറഞ്ഞ വാക്ക്? മരണപ്പെട്ട ഖബറിൽ കടന്നാലൻ മുഖത്തിന്ന് മഹിയില്ലീരി കണ്ണും ഉതിർന്ന് വീഴും അന്ന് പരനോണ്ണേ ഊനയ്യന്ന കനിന്താൽ ചൂടും. കണ്ണിനെക്കുറിച്ച്, യൂസുഫിൻ്റെ കണ്ണിനെക്കുറിച്ച് സുലൈഖ വർണ്ണിച്ച സമയം യൂസുഫ് നബി പറയുകയാണ്, പെണ്ണേ മരണപ്പെട്ടുകൊണ്ട് യൂസുഫ് കബറന്ന മണ്ണറക്കുഴിയിൽ യൂസുഫ് കിടന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം നീ വന്നു നോക്കുകയാണെങ്കിൽ ഹനാ കബറിൽ കടന്നാൽ മുഖത്തിന്ന് ഈ രണ്ട് കൺപോളയുടെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് രണ്ട് കുഴികളായിരിക്കും പെണ്ണേ. സുലൈഖ നിനക്ക് കാണാൻ കഴിയുക. അന്ന് എന്നെ യൂസുഫിനെ നീ കാണുകയാണെങ്കിൽ നീ പേടിച്ചോടും സുലൈഖ. അങ്ങനെ യൂസുഫിൻ്റെ അവയവങ്ങളെക്കുറിച്ച്, പല അവയവങ്ങളെക്കുറിച്ചും സുലൈഖ വർണ്ണിക്കുകയാണ്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് യൂസുഫ് നബിയും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാൻ കഴിയൂ ഇൻഷാ